ശരി, ഞാൻ വിളിക്കാം. അമ്മ, മാധവേട്ടൻ എന്തു പറ്റി? എവിടെ? എനിക്കിപ്പൊ കാണണം. എന്താ മാധവേട്ടൻ? അമ്മേ, ബഹളം ഉണ്ടാക്കല്ലേ. ഞാനൊന്ന് പറയട്ടെ. ആദ്യം മാധവേട്ടൻ ഒന്ന് കാണട്ടെ, ബാക്കിയൊക്കെ പിന്നെ. അമ്മേ, എവിടെ? അവിടെയാണോ? എനിക്കിപ്പൊ കാണണം. അമ്മേ. എന്തേത്? ഇപ്പൊ അകത്തേക്ക് വിടില്ല. അതെ, ഒച്ചപ്പാടുണ്ടാക്കി ഇവിടെ പോലും നിൽക്കാൻ സമ്മതിക്കില്ല. കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. സമാധാനപ്പെടാ. ചേച്ചി അച്ഛനെ കണ്ടോ? അച്ഛൻ എന്താ പറ്റിയേ? ശരിക, ചെറിയൊരു അപകടം പറ്റിയതാ. അയ്യോ, ഞാൻ വഴി വെച്ച് മാധവേട്ടനെ കണ്ടതാ. ഞങ്ങളൊന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഒരു 2 വീലർ വന്ന് തട്ടി. അയ്യോ, മാധവേട്ടൻ ബാലൻസ് തെറ്റി വീണു. ഈശ്വര, എന്തൊരു പരീക്ഷണായത്. അമ്മേ, അമ്മേ, ഇങ്ങനെ ബഹളം വെക്കല്ലേ. ഏത് സ്കൂട്ടറാ തട്ടിയേ? ആരാ ഓടിച്ചിരുന്നേ? ഓടിച്ച ആളിനെ കിട്ടിയോ? ഇല്ല, അയാൾ നിർത്തിയില്ല. പോലീസിൽ അറിയിക്കാം. വരട്ടെ. ഇപ്പൊ നമുക്ക് മാധവേട്ടന്റെ കാര്യം ശ്രദ്ധിക്കാം. ആ വണ്ടിയുടെ നമ്പർ എത്രയാ? ശരി, നീ ഒന്ന് ക്ഷമിക്ക്. നമുക്ക് അയാളെ കണ്ടുപിടിക്കാം. നമ്മുടെ കുടുംബത്തിന് എന്തോ ഒരു ശാപം വന്ന് വീണിട്ടുണ്ട്. ഇപ്പൊ നിന്റെ കാര്യം തന്നെ എടുക്ക. നന്ദന് നീ എത്ര സന്തോഷത്തോടെ ജീവിച്ചിരുന്നതാ. പെട്ടെന്നൊരകൽച്ച വന്നില്ലേ? ദൈവശാപ. അത് ദൈവശാപമൊന്നും അല്ല. ആ ശാപം വേറെയാ. ഇസബെല്ല ശാപം. ആ ശാപം ഞാൻ തീർക്കുന്നുണ്ട്. ശരി, ശരി, ഒന്ന് നിർത്ത്. ഇവിടെ നിന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. ആദ്യം അച്ഛനൊന്ന് നേരെയാവട്ടെ. ഗിരീഷേട്ടാ, എന്തായാലും അച്ഛൻ അപകടം ഉണ്ടാക്കിയ ആളുടെ വിവരങ്ങളൊക്കെ എടുക്കണം. ദേവികെ, അതൊക്കെ എനിക്ക് വിട്ടു തന്നേക്ക്. ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. മോളെ നന്ദന് വിവരം അറിയിച്ചോ? ഒന്ന് വിളിച്ചെങ്കിലും പറയണ്ടേ? എന്തിനാ നന്ദേട്ടന്റെ ആരാ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നേ? വേണ്ട, അച്ഛനെ കാണാൻ ആരും വരണ്ട. ശരിക, ഒന്ന് വെറുതെ നിൽക്ക്. എന്റെ ഈശ്വര. ചേച്ചി, ഒന്ന് സമാധാനായിട്ടിരിക്കേ. എങ്ങനെ സമാധാനിക്കാനാ ഗിരീഷ്?